കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയുടെ അമ്മ ഇങ്ങനെ കുറേ ഫോട്ടോസ് കൃഷ്ണയുടെ കല്യാണ ചെറുക്കനെ കണ്ടുപിടിക്കുന്നത്, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നോക്കുന്നു. അപ്പോൾ കൃഷ്ണയുടെ കൂട്ടുകാരിയോട് ചോദിക്കുന്നില്ല ഏതാ നല്ലതെന്ന് നോക്കാൻ പറയുന്നു. അപ്പോൾ കൂട്ടുകാരി പറയുന്നു, അമ്മയ്ക്ക് ഞാൻ പറയുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല, അമ്മയ്ക്ക് അവളെ കെട്ടിക്കുന്ന നല്ലൊരു പയ്യനായിരിക്കണമല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ കൃഷ്ണയുടെ അമ്മ പറയുന്നു, അതെ, നല്ല തണ്ടും തൻ്റെ ഇടം ഉള്ളവൻ തന്നെ ആയിരിക്കണം അവളെ കെട്ടാൻ പോകുന്നത് എന്ന് പറയുകയാണ്. എങ്കിലും ഞാൻ പറയുന്ന ആളെ തന്നെ അവൾ കെട്ടും എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണയുടെ കൂട്ടുകാർ പറയും, അത് ശരിയാണ്, അമ്മ പറയുന്നത് അവൾ അനുസരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ സിതാരയുടെ വീട്ടിൽ കൃഷ്ണയെ അവർ ഒരുക്കിയാണ്. ബ്യൂട്ടീഷ്യൻ വന്നിട്ടാണ് ഒരുക്കുന്നത്. കൃഷ്ണയ്ക്ക് അതൊന്നും പിടിക്കുന്നില്ല. കൃഷ്ണ പറയുന്നത് എന്തുവാ, എന്തിനാ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ സിമി പറയും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മാഡം, ഇതെല്ലാം ചെയ്യണം. അപ്പം നമ്മുടെ കൃഷ്ണ ചോദിക്കുക, അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണോ? ഞങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇതാ കൃഷ്ണ ഒന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ ഞാനിതാ ഒരു മുടി കെട്ടി പൗഡർ ഇട്ട് ഒരു ധാവണി എടുത്ത് ഒറ്റ വരവാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇത്രയും ഭംഗിയായിരിക്കുന്നത് ഇതുകൊണ്ടാണോ? അപ്പോൾ ഇവിടുത്തെ മകൾ മാത്രമാണോ ചെയ്യുന്നത്, ഇവിടുത്തെ അമ്മയും ചെയ്യുമോ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ചെയ്യും എന്ന് പറയും. അപ്പോൾ ഈ കൃഷ്ണയുടെ ഒച്ച കേട്ടുകൊണ്ട് സിതാര അങ്ങോട്ട് വരും. സിതാര ചോദിക്കും, ഇവിടെ എന്താ, ഇവളുടെ ഒച്ച മാത്രമേ കേൾക്കുന്നു, ഭയങ്കര ദേഷ്യപ്പെടും. അങ്ങനെ ദേഷ്യപ്പെട്ട് കൃഷ്ണയോട് പെട്ടെന്ന് ഒരുങ്ങാനൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോകും. അപ്പോൾ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ കൃഷ്ണ കൊഞ്ഞനം കുത്തുന്ന സമയത്ത് സിമിയും ആ ബ്യൂട്ടീഷ്യൻകാരി ചിരിക്കും. അപ്പോൾ സിതാര നേരെ തിരിഞ്ഞു വന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ കാണിച്ചതെന്ന് ചോദിക്കും. നിങ്ങൾ എന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ലെന്ന് പറയും. അപ്പോൾ സിമിയോട് പറയും 10 മിനിറ്റ് അതിനുള്ളിൽ റെഡി ആയിരിക്കണം എന്ന് പറയും. അങ്ങനെ വീണ്ടും കൃഷ്ണയെ റെഡിയാക്കുകയാണ്. ഇതേ സമയത്ത് നവീൻ്റെ വീട്ടിലെല്ലാവരും റെഡിയാകുകയാണ്. അപ്പം നവീൻ മാണിക്കുഞ്ഞിനോട് പറയുകയാണ്, ഇന്ന് എന്തെന്നില്ലാത്തൊരു ആവേശം. ഇത്ര നാളും ഗാഥയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇന്ന് എന്തോ അവിടെ നിന്ന് തന്നെ വലിച്ച് കൊണ്ടുപോകുന്നൊരു എന്തോ ഒരു ഫീലിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ മാണിക്കുഞ്ഞ് പറയുന്നു, അപ്പം നവീൻ ഇപ്പോൾ പ്രണയത്തിൻ്റെ ഇതിലേക്ക് ആഴ്ന്നിറങ്ങുവാണോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ കളിയാക്കുന്നു. അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ നിർമ്മലയെ അവരെല്ലാവരും റെഡിയായി വരുന്നു. അപ്പോൾ നവീൻ്റെ അച്ഛൻ ചോദിക്കുന്നു, നിർമ്മല എങ്ങോട്ടാണ്, നീ വരണ്ടാന്ന് പറയും. അപ്പോൾ നമ്മുടെ മുത്തശ്ശി നവീൻ്റെ അച്ഛനോട് പതുക്കെ പറയും, അത് ഇപ്പോൾ അങ്ങനെ പറയണ്ട, ആപത്ത് കാലത്ത് ശത്രുക്കൾ ഉപകരിക്കുമെന്നാണ്. ഇവള് വന്ന് അവിടെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതോടുകൂടി കല്യാണം മുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ കല്യാണം നടത്താൻ പാടില്ല, അതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് അവൾ പോന്നോട്ടെ എന്ന് പറയും. അങ്ങനെ എല്ലാവരും റെഡിയായി പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ സിതാര മാഡത്തിനെ വിളിച്ച് കാണിക്കുക. അപ്പോൾ സിതാമാരം ഭയങ്കരമായിട്ട് ഞെട്ടും, കാരണം ഭയങ്കര മാറ്റം. സ്ലീവ്ലെസ് ഡ്രസ്സിലൊക്കെയാണ് നമ്മുടെ കൃഷ്ണ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗാഥയും വന്ന് കാണുന്നു. ഗാഥയ്ക്ക് കാലി ഇളകുവാണ്. നീ നവീനോട് മിണ്ടരുത്, തുടരുത്, പിടിക്കരുത് എന്നൊക്കെ പറയാം. അപ്പോൾ കൃഷ്ണ പറയും, നീ ഇതൊക്കെ അഴിച്ച് കളയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കൃഷ്ണ എന്നാൽ കളയട്ടെ എന്ന് പറയും. അപ്പോൾ സിതാര മകളോട് പറയും, നീ റൂമിൽ പോകുമ്പോളെ ഞാനെല്ലാം പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ ഗാഥേനെ കൃഷ്ണയോട് പറയും, ഇത് അങ്ങനെ സിതാരയുടെ കൂടെ അങ്ങ് പോവുകയാണ്. അതേസമയത്ത് സിമി കൃഷ്ണയോട് പറയും, ഇത് നിൻ്റെ ഇന്നത്തെ ദിവസം നിർണായകമാണ്, നീ പറയുന്നതായിരിക്കും അവസാനം ഇത്, അതുകൊണ്ട് നീ നോക്കിയും കണ്ടും വേണം എല്ലാം ചെയ്യാമെന്ന് പറയും. അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് എല്ലാവരും കൂടെ നവീൻ്റെ വീട്ടുകാരെല്ലാവരും സിതാരയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ സിതാര വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.